ഹായ് ഹലോ വെൽക്കം ടു ഈസി ഇഗ്നോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് ജനറൽ സൈക്കോളജിയുടെ പേപ്പറാണ്. കോഡ് വരുന്നത് BPCC 101. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് പറയുന്നത് ഒറിജിൻ ഓഫ് സൈക്കോളജി. ഓക്കെ, സൈക്കോളജിയുടെ ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് എന്താണ് സൈക്കോളജി. ഓക്കെ, സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ പല ഐഡിയാസ് ആണ് ഉണ്ടാവുന്നത്. ഒരു കൈനോട്ടക്കാരൻ്റെ അടുത്തോ അല്ലെങ്കിൽ എന്താ പറയാ മുഖം നോക്കി എന്താ പറയാ ഭാവി ഭൂതം വർത്താനം പറയുന്നത് പോലെയാണ് ആൾക്കാർ വന്ന് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എൻ്റെ മുഖം നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ക്യാരക്ടർ പറയാമോ എന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും ലൈഫിൽ ഒരിക്കലെങ്കിലും കേൾക്കാതെ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കാതെ പോകത്തില്ല. ഓക്കെ, അപ്പം അത് ആൾക്കാരുടെ മൈൻഡിലുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ പറയാ എന്താ പറയാ മുഖം നോക്കി വർത്താനം പറയാ, അല്ലെങ്കിൽ കൈ നോക്കി ക്യാരക്ടർ പറയാ, അങ്ങനത്തെ ഒരു ഫീൽഡാണ് സൈക്കോളജി എന്ന് പലരും വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈക്കോളജി എന്ന് പറയുമ്പോഴേ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ കൂടി നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ മൈൻഡിൽ ഇപ്പോഴും അത് നിലനിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് സൈക്കോളജി, സൈക്കോളജി എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ആണോ ആർട്ടാണോ, എന്താണ് ഇതിനകത്ത് വരുന്ന സബ്ജക്റ്റ് മാറ്റർ മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിലൂടെ നോക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി നോക്കുമ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മൈൻഡ് ആണോ, സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് ആണോ, സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണോ, ഇതിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഡെഫിനിഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻസിനെ ഏർലി ഡെഫിനിഷൻസും ഉണ്ട്, കറണ്ട് ഡെഫിനിഷൻ. അപ്പം ഏർലി ഡെഫിനിഷൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോളജിനെ ഫിലോസഫിയുടെ ഒരു പാർട്ടായിട്ടാണ് പണ്ട് കാലത്ത് കൺസിഡർ ചെയ്തിരുന്നത്. ആൻഡ് അന്നത്തെ ഏൻഷ്യന്റ് ഫിലോസഫേഴ്സ് സൈക്കോളജിക്ക് കൊടുത്തിരുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് സോൾ എന്നാണ്. കാരണം ഈ സോൾ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം ആൾക്കാർക്ക് കൂടുതലും ഈ മൈൻഡ്, സോൾ, കോൺഷ്യസ്നെസ് ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റീരിയസ് കാര്യങ്ങളിൽ കൂടുതലും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ സോൾ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ നമ്മുടെ സൈക്കോളജി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് നിലനിന്ന് പോയിട്ടുമില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സോൾ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ എക്സാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാനോ, അല്ലെങ്കിൽ ഇത് എന്താണ്, ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, ആൻഡ് അതുപോലെ തന്നെ ഈ സോൾ എന്ന് പറഞ്ഞാൽ അതിനെ ഒബ്സർവ് ചെയ്യാനോ മെഷർ ചെയ്യാനോ സാധിക്കാത്ത ഒരു കൺസെപ്റ്റ് കൂടി ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റീസൺസ് ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഡെഫിനിഷനെ സൈക്കോളജിസ്റ്റുകൾ റിജക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം ഗ്രീക്ക് ഫിലോസഫേഴ്സ് വന്നിട്ട്, ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സ് വന്നിട്ട് കൊടുത്ത ഡെഫിനിഷനാണ് സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് മൈൻഡ്. മൈൻഡ് എന്ന് പറയുമ്പം സോളിനേക്കാളും കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയിരുന്നു. ബട്ട് ആ ഒരു ഡെഫിനിഷനും അധികം സ്റ്റേബിൾ ആയിട്ട് നിലനിന്നിരുന്നില്ല, സെയിം റീസൺസ് കൊണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡിനെ ഒബ്സർവ് ചെയ്യാനോ മെഷർ ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളൊരു റീസൺ കൊണ്ട് തന്നെ ആ ഒരു ഡെഫിനിഷനും ദെൻ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇറ്റ് ഇസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളുടെ പേര് മനസ്സിൽ വരും, സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റിയിട്ട് അല്ലേ. ജസ്റ്റ് ഞാൻ അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ ആ ഒരു ഡെഫിനിഷൻ, എന്താണ് കോൺഷ്യസ്നെസ്? കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ നമ്മളെ പറ്റിയിട്ടും നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ഈ ഒരു ഡെഫിനിഷനും നിലനിന്ന് പോയില്ല. അതിന് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണലാണ്, കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ പേഴ്സണലാണ്, സബ്ജക്റ്റീവ് ആണ്. കാരണം ഒരാളുടെ കോൺഷ്യസ്നെസ് ലെവൽ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ജനറലൈസ് ചെയ്തൊരു ഡെഫിനിഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡെഫിനിഷനിൽ ജസ്റ്റ് കോൺഷ്യസ് പാർട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, സബ് കോൺഷ്യസിലോട്ടോ അൺകോൺഷ്യസിലോട്ടോ ഒന്നും തന്നെ ഇത് പോവാതിരുന്നത് കൊണ്ട് ഈ ഒരു ഡെഫിനിഷനും റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ദെൻ മോഡേൺ എറയിലേക്ക് വരുമ്പോഴത്തേക്കും വന്നിട്ടുള്ള ഡെഫിനിഷൻ, ലാസ്റ്റ് ഡെഫിനിഷൻ ആണ് ഇറ്റ്സ് ദ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ബിഹേവിയർ ആൻഡ് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തത് ജോൺ ബി വാട്സൺ ആണ്. നമുക്കറിയാം ബിഹേവിയറിസത്തിന്റെ ഒക്കെ ഫാദർ ആണ് അദ്ദേഹം. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഒരു ഹ്യൂമനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ അയാളുടെ ഒബ്സർവബിൾ ബിഹേവിയർ മാത്രം ഒബ്സർവ് ചെയ്താൽ അല്ലെങ്കിൽ അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് നമ്മുടെ ബിഹേവിയറിസം. അപ്പം അതിന്റെ ഫാദർ ആയിട്ടുള്ള ജോൺ ബി വാട്സൺ ആണ് സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി കറന്റ് ഡെഫിനിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിൽഗാർഡ്, അറ്റ്കിൻസൺ ആൻഡ് അറ്റ്കിൻസൺ ഇവർ മൂന്ന് പേരും നമ്മുടെ കെന്നത്ത് ക്ലാർക്ക് തൊട്ട് ജോർജ് മില്ലർ വരെ നമ്മുടെ സൈക്കോളജി കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ബാഗ ആൻഡ് സിംഗ് cited the following two definitions of Woodworth and Munn. അതായത് വുഡ്വർത്തിന്റെയും മുന്നിന്റെയും ഈ പറയുന്ന രണ്ട് ഡെഫിനിഷൻസ് സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് സൈക്കോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ റിലേഷൻ ടു ദ എൻവയോൺമെന്റ്. അതായത് ഇൻഡിവിജ്വൽ അവരുടെ എൻവയോൺമെന്റിന് റിലേറ്റ് ചെയ്ത് അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിന്റെയും ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ സൈക്കോളജി ടുഡേ കൺസേൺസ് ഇറ്റ്സെൽഫ് വിത്ത് ദ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ബിഹേവിയർ including from the standpoint of behavior to much of what earlier psychologists dealt with as experience. അതായത് നമ്മുടെ ബിഹേവിയറിന്റെ ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ മുൻകാലത്ത് സൈക്കോളജിസ്റ്റുകൾ എക്സ്പീരിയൻസ് ചെയ്ത ആ കാര്യങ്ങളും എല്ലാം കൂടെ കൺസേൺ ചെയ്യുന്നതാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അപ്പം ഇത് രണ്ടും നമുക്ക് കറന്റ് ഡെഫിനിഷൻസ് ആയിട്ട് പറയാം. ആൻഡ് ഇത് കൂടാതെ ഒരുപാട് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതിൽ ബാരോണിന്റെ ഡെഫിനിഷൻ ആണ് കുറച്ചുകൂടി സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിഷൻ എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഹേവിയറിന്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അപ്പം എന്താണ് അതിന്റെ നേച്ചർ നമുക്ക് നോക്കാം. According to psychologists, behavior is everything or anything that a human being or animal does that can be observed in some way. മനുഷ്യനായാലും മൃഗമായാലും അവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനെയും അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബിഹേവിയർ എന്ന് പറയാം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇൻ അതർ വേർഡ്സ് behavior includes all actions and responses of organism that can be measured directly or indirectly. എല്ലാ ഓർഗാനിസംസും അവരെ നമുക്ക് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി നമുക്ക് അവരിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന എല്ലാ ആക്ഷൻസിനെയും അല്ലെങ്കിൽ റെസ്പോൺസസിനെയും നമുക്ക് ബിഹേവിയർ എന്ന് പറയാമെന്നാണ് ഈ ബിഹേവിയറിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. ഇനി അതുപോലെ തന്നെ ഈ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ബോഡിലി മൂവ്മെന്റ്സ് ഒബ്സർവ് ചെയ്യുക, ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് മാത്രം ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് മെന്റൽ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ കൂടി ഇൻവോൾവ് ആണ് എന്ന് പറയുമ്പോൾ അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട് പ്രോസസ് ഇതൊക്കെയും കൂടെ ചേർന്നിട്ടുള്ളതാണ് അവരുടെ ബിഹേവിയർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബിഹേവിയറിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തെ പറയുന്നത് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ കൊണ്ടല്ല, ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബയോളജിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, എൻവയോൺമെന്റൽ, പാസ്റ്റ് എക്സ്പീരിയൻസസ്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാം. രണ്ടാമത്തെ പോയിന്റ് ബിഹേവിയർ വേരീസ് ഇൻ കോംപ്ലക്സിറ്റി. അതായത് എല്ലാ ബിഹേവിയേഴ്സിന്റെയും കോംപ്ലക്സിറ്റി സെയിം ആയിരിക്കില്ല. ചില ബിഹേവിയേഴ്സ് സിമ്പിൾ ആയിരിക്കും, ചിലത് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പേന തറയിൽ പോയി അതെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതെടുക്കുന്ന ആ ഒരു ബിഹേവിയർ എന്ന് വെച്ചാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ്. ഇനി അറ്റ് ദ സെയിം ടൈം സൈക്ലിംഗ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഹാബിറ്റ് ആയിട്ട് സ്വിം ചെയ്യുക, ഇപ്പം ഇത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കോംപ്ലക്സിറ്റി കുറച്ചുകൂടെ കൂടും. ഇനി അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഒരു കാർ റിപ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഇനി ഈ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്യുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ, അതായത് ഹയർ ആയിട്ട് കോംപ്ലക്സിറ്റി ഉള്ള ബിഹേവിയർ ആണ്. അപ്പം ഈ ബിഹേവിയേഴ്സ് എല്ലാം തന്നെ കോംപ്ലക്സിറ്റിയിൽ വേരി ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ടു ലാർജ് സെറ്റ്സ് ഓഫ് ഫാക്ടേഴ്സ്. അതായത് നമ്മളെ ഈ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ഇതിനെ നമുക്ക് രണ്ട് സെറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ദോസ് ബിലോങ്ങിങ് ടു ദ ഇൻഡിവിജ്വൽ
ആൻഡ് രണ്ട് ദോസ് ബിലോങ്ങിങ് ടു ദ എൻവയോൺമെന്റ്. ഒന്ന് ആ ഇൻഡിവിജ്വലിൽ തന്നെ ബിലോങ് ചെയ്യുന്ന, അതിപ്പോൾ നമുക്ക് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഇൻഡിവിജ്വലിൽ തന്നെ ബിലോങ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി അറ്റ് ദ സെയിം ടൈം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ അവിടെ ഫാമിലി, ഫ്രണ്ട്സ് ഇതൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അതായത് എല്ലാ മനുഷ്യരും ഒരേപോലെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം ഒരു 10 പേരെ നമ്മൾ ഒരേ സിറ്റുവേഷനിലാണ് കൊടുത്താലും ആ 10 പേരും ബിഹേവ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അവിടെ ഉണ്ടാവും. ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത് ബിഹേവിയർ ഓൾസോ ഷോസ് സിമിലാരിറ്റീസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു, അറ്റ് ദ സെയിം ടൈം ബിഹേവിയറിൽ സിമിലാരിറ്റീസും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ കണ്ണിൽ പൊടി വീണാൽ എല്ലാ മനുഷ്യരും ഒരുപോലെ ആദ്യം ബിഹേവ് ചെയ്യുന്നത് കണ്ണിൽ തിരുമ എന്ന് പറയുന്ന ആ ഒരു രീതിയിലായിരിക്കും. അത് നമുക്ക് ചില ബിഹേവിയേഴ്സ് യൂണിവേഴ്സൽ ആണ് എന്ന് തന്നെ പറയാം. അപ്പം എത്രയൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ ഉണ്ടായാലും ചിലത് സിമിലാരിറ്റീസും ഉണ്ട് എന്ന് പറയാം. അടുത്തത് ബിഹേവിയർ ഈസ് ഓൾവേസ് പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡയറക്റ്റീവ്. എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടോ ആയിരിക്കും ബിഹേവിയർ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇത് അപ്രോച്ച് ബിഹേവിയർ ആൻഡ് അവോയ്ഡൻസ് ബിഹേവിയർ എന്ന് രണ്ടായിട്ട് പറയാം. ആൻഡ് ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു ആൻഡ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേൽക്കുന്നു. അപ്പം ഇവിടെ അവരുടെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അയാളെ ദാഹം ശമിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ഏതൊരു ബിഹേവിയർ എടുത്താലും അത് പർപ്പസ്ഫുൾ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളും ആയിരിക്കും, അതുപോലെ തന്നെ ഗോൾ ഡയറക്റ്റഡും ആയിരിക്കും. ഇനി ബിഹേവിയർ ഈസ് ചേഞ്ചബിൾ ടു എ ലാർജ് എക്സ്റ്റെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്ക് ബിഹേവിയർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സൈക്കോളജി തന്നെ എടുത്താൽ ഒരുപാട് തെറാപ്പീസ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഓൾ തെറാപ്പീസും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് വേണ്ടുന്ന ബിഹേവിയേഴ്സിനെ എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്ത് ചേഞ്ച് ചെയ്തെടുക്കാം. വേണ്ടാത്തതിനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ സഹായിക്കുന്നത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയറിനുള്ളത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ആൻഡ് ദെൻ ബിഹേവിയർ ഓൾസോ ഷോ സ്റ്റെബിലിറ്റി. എത്രയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്താലും ചില ബിഹേവിയേഴ്സ് സ്റ്റേബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ നമ്മുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലോ അറിയായിരിക്കും, എത്രയൊക്കെ പ്രോഗ്രസീവ് ആയാലും സൊസൈറ്റി പണ്ട് കാലത്തുള്ള ആൾക്കാർ അവരുടെ മൈൻഡ് സെറ്റ് ചില കാര്യങ്ങൾ ഒരിക്കലും മാറ്റത്തില്ല. ഓക്കെ, വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കണക്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പം എത്രയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാം, ബിഹേവിയർ ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാലും ചില സ്റ്റേബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും അവിടെ വരുന്നുണ്ട്. ഇനി അടുത്തത് ബിഹേവിയർ ഈസ് ഇൻ്റഗ്രേറ്റഡ്. അതായത് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫാക്ടർ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല, ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ബിഹേവിയർ അവിടെ ഉണ്ടാവുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ബിഹേവിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സൈക്കോളജിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ്. സൈക്കോളജി എങ്ങനെ അല്ലെങ്കിൽ ഏത് കാലഘട്ടം തൊട്ട് വന്നു എന്നുള്ള അതിൻ്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ. സൈക്കോളജിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് 1870s കാലഘട്ടത്തിലാണ്. ആൻഡ് ഈ സൈക്കോളജി എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്, സൈക്ക് ആൻഡ് ലോഗോസ്. സൈക്ക് എന്ന് വെച്ചാൽ സോൾ അല്ലെങ്കിൽ മൈൻഡ്, ലോഗോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി അല്ലെങ്കിൽ നോളജ്. അപ്പം ഈ 2 പേരുകൾ ചേർന്നിട്ടാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറഞ്ഞ പേര് നമ്മുടെ ഈ ഫീൽഡിന് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് കിട്ടുന്നത്. ആൻഡ് psychology emerged as an independent academic discipline in 1879. അപ്പം 1879 സൈക്കോളജി ഈ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് എമേർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്യം വൂ ഉണ്ട്, അദ്ദേഹം ഒരു ജർമ്മൻ പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം 1879 ജർമ്മനിയിലെ ലെപ്സിഗ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് സൈക്കോളജിക്കൽ ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെ തൊട്ടാണ് സൈക്കോളജിയുടെ ഈ ഒരു വളർച്ച എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് വില്യം വൂഡിനെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്, സ്ട്രക്ചറലിസം, സ്കൂൾ ഓഫ് സൈക്കോളജി, അതിൽ ഏർലി സ്കൂൾസിൽ പെടുന്നതാണ് സ്ട്രക്ചറലിസം. ഇതിൻ്റെയൊക്കെ ഫാദറാണ് നമ്മുടെ വില്യം വൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇവിടെ തൊട്ടാണ് ഈ സൈക്കോളജിയുടെ ഈ ഒരു വളർച്ച എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് സൈക്കോളജിക്ക് 2 ഇന്റലക്ച്വൽ പാരൻസ് ഉണ്ട്, ഫിസിയോളജി ആൻഡ് ഫിലോസഫി. കാരണം പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കോളജിയുടെ ഇന്റലക്ച്വൽ റൂട്ട്സ് വരുന്നത് ഈ 2 സബ്ജക്റ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ 2 ഫീൽഡ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇന്റലക്ച്വൽ പാരൻസ് എന്ന് പറയുന്നത്. പിന്നെ
വൂണ്ടിനെയാണ് നമ്മുടെ മോഡേൺ സൈക്കോളജിയുടെ ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്നൊക്കെ പറയുന്നത്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബട്ട് സൈക്കോളജിയുടെ ആക്ച്വൽ ഫാദർ ആരാണ്? ഹു ഇസ് ദ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് വെച്ചാൽ അരിസ്റ്റോട്ടിൽ ആണ്, നമുക്കറിയാം. പക്ഷെ മോഡേൺ സൈക്കോളജിയുടെ ഫാദർ വില്യം വൂണ്ട് ആണ്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫാദർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് വൂണ്ട് സ്റ്റാർട്ട് സ്റ്റഡിങ് ദ സ്ട്രക്ചർ ഓഫ് മൈൻഡ്. നമ്മുടെ മൈൻഡിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പഠിക്കാനായിട്ട് തുടങ്ങി. സ്ട്രക്ചർ, അതായത് നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യാം, എലമെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് മൈൻഡിനെ പഠിക്കാം മുതലായ കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് സ്ട്രക്ചറലിസം ആ ഒരു സ്കൂളിൽ പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിൽ നമുക്ക് പഠിക്കാനായിട്ട് തൽക്കാലം ഉള്ളത്. ഓക്കെ, അടുത്തത് സൈക്കോളജി ആസ് എ സയൻസ്. നമ്മൾ പറഞ്ഞു സൈക്കോളജിയുടെ ഡെഫിനിഷൻ ഇസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്നത് സയൻസ് എന്ന്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ സൈക്കോളജി സയൻസ് എന്ന് പറഞ്ഞത്? കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ബയോളജി അല്ലെങ്കിൽ എന്താ പറയുക ബോട്ടണി, ഇതൊക്കെ സയൻസ് ആണ്. ഇതുപോലെയാണോ നമ്മുടെ സൈക്കോളജി? അല്ലെങ്കിൽ എന്താണ് അതിന് വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിന് മുന്നേ വാട്ട് ഈസ് സയൻസ്? സയൻസ് എന്ന് വെച്ചാൽ എന്താണ്? It is a systematized body of knowledge gathered through carefully observing and measuring events എന്ന് ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാം. അതായത് ഇപ്പൊ ഏതൊരു കാര്യത്തിനെ ആയാലും നമ്മളത് കൃത്യമായി ഒബ്സർവ് ചെയ്ത് മെഷർ ചെയ്ത് നമ്മൾ അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു നോളജ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ്, അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ടു നോളജ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. സെയിം ആണ്. നമ്മൾ നോളജിലേക്കുള്ള ഒരു അപ്രോച്ച് ആയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ്? നമ്മളൊരു സിസ്റ്റമാറ്റിക് ഒബ്സർവേഷന്റെ ബേസിൽ നമ്മൾ നോളജിലേക്കുള്ള ഒരു അപ്രോച്ച് ആയിട്ട് നമ്മൾ സയൻസിനെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് സയൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ്. ഇനി ദ സോൾ എയിം ഓഫ് സയൻസ് ഈസ് ടു ക്ലാസിഫൈ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂണിഫൈ ദ ഒബ്ജക്ട്സ് ആൻഡ് ഫിനോമിന ഓഫ് ദ മെറ്റീരിയൽ വേൾഡ്. നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളിലെയും എന്ത് ചെയ്യാനായിട്ട്, ക്ലാസിഫൈ ചെയ്യാനായാലും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ, യൂണിഫൈ ചെയ്യാൻ, ഇതൊക്കെയാണ് നമ്മുടെ സയൻസിന്റെ മെയിൻ അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ സൈക്കോളജി സയൻസ് എന്ന് പറയുന്നത്? സയൻസുമായിട്ട് എന്താണ് ഇതിന്റെ ഒരു കണക്ഷൻ എന്താണ് നോക്കാൻ പോകുന്നത്. ഇൻ കോമൺ വിത്ത് അതർ സയൻസസ്, സൈക്കോളജി ആസ് എ സയൻസ് ഹാസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കാം, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ എംപെരിക്കൽ ഒബ്സർവേഷൻ. അതായത് സൈക്കോളജി റെസ്റ്റ് ഓൺ എക്സ്പെരിമെന്റ് ആൻഡ് ഒബ്സർവേഷൻ റാദർ ദാൻ ഓൺ ആർഗ്യുമെന്റ്, ഒപ്പീനിയൻ ഓർ ബിലീഫ്. അതായത് എന്തെങ്കിലും ഒരു വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ ഒപ്പീനിയന്റെയോ പുറത്തല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷന്റെയും അതുപോലെ തന്നെ എക്സ്പെരിമെന്റിന്റെയും ബേസിലാണ് നമ്മുടെ സൈക്കോളജി റെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നത്. ഓക്കെ, ചുമ്മാ എന്തെങ്കിലും ഹൈപ്പോത്തസിസ് അല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ഹൈപ്പോത്തസിസ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പെരിമെന്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് പ്രൂവ് ചെയ്യലാണ്. ഇത് തന്നെയാണ് നമ്മൾ സയൻസ് ഇപ്പം ഏതെടുത്താലും അതിനകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ സൈക്കോളജിയും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈക്കോളജി സയൻസ് എന്ന് പറയാം. Then, systematic approach and theory. Like other scientific theories, psychology also follows a systematic procedure of observation, data collection, analysis and interpretation. നമ്മളിപ്പം ഏതൊരു കാര്യവും തെളിയിക്കണമെങ്കിൽ അതിന് ഓരോ ഘട്ടമായിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ട്. അപ്പം ഈ പ്രോസസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സ്, മറ്റുള്ള സയന്റിഫിക് മെത്തേഡ്സ് പോലെ തന്നെ ഇവിടെ സൈക്കോളജിയും നമ്മളെ സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഒബ്സർവേഷൻ ആണെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യുന്ന രീതികളാണെങ്കിലും അത് അനലൈസ് ചെയ്യുന്നതായാലും ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇസ് ദ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഫിസിക്സ് അല്ലെങ്കിൽ ഏതൊരു സയൻസ് സബ്ജക്റ്റ് നമ്മൾ എടുത്താലും അതിൽ ഓരോ മെഷർമെന്റ്സും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതെന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആസ് അസൈൻമെന്റ് ഓഫ് നമ്പേഴ്സ് ടു ഒബ്ജക്ട്സ് ഓർ ഇവന്റ്സ് അക്കോർഡിംഗ്ലി ടു സർട്ടൈൻ റൂൾസ്. എന്തെങ്കിലും ഒരു സർട്ടൈൻ റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒബ്ജക്ട്സിനോ ഇവന്റ്സിനോ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ സൈക്കോളജിയിലാണെങ്കിലും നമ്മളിപ്പം ഓരോ എന്താ പറയാ കൺസ്ട്രക്ട്സിനും മെഷർമെന്റ്സ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്പേഴ്സ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ സൈക്കോളജിയെ സയൻസുമായിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ദെൻ
ലാസ്റ്റ് പോയിന്റ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ടേം. അതായത് സൈക്കോളജിയിലായാലും മറ്റ് സയൻസ് സബ്ജക്ട്സിലായാലും ടേംസിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ കൺവേ ചെയ്യാൻ പോകുന്ന ആ ഐഡിയ ഇപ്പം അത് റിസീവ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ടേംസും കൺസെപ്റ്റ്സും ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ സൈക്കോളജിയിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സൈക്കോളജി ഒരു സയൻസ് സബ്ജക്റ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതായത് ഇപ്പം കൺസെപ്റ്റ്സ് ആയാലും വേരിയബിൾസ് ആയാലും കൺസ്ട്രക്റ്റ് ആയാലും അതിൻ്റെ മീനിങ്സ് നമ്മൾ ക്ലിയർ ആയിട്ടും സ്പെസിഫിക് ആയിട്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ആങ്സൈറ്റി പോലൊരു കാര്യത്തെ പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡി എങ്കിൽ ആങ്സൈറ്റിയിലെ തന്നെ ഏത് ആങ്സൈറ്റി, ഓക്കെ, ആങ്സൈറ്റിയുടെ ഏത് ആസ്പെക്ട്, അതായത് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് സോഷ്യൽ ഫോബിയ, സ്പെസിഫിക് ഫോബിയ, പാനിക് ഡിസോർഡേഴ്സ്, GAD, അങ്ങനെ പല 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 ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം ഇതിൽ ഏതാണ് എക്സാക്ട്ലി മെഷർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇത് മെഷർ ചെയ്യുന്നത്, ഓക്കെ, സെൽഫ് റിപ്പോർട്ടാണോ, ക്വസ്റ്റ്യനേഴ്സ് ആണോ, ഇന്റർവ്യൂ മെത്തേഡിലൂടെയാണോ, മുതലായ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ സൈക്കോളജിയിലും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ സൈക്കോളജിയെ ഒരു സയൻസ് സബ്ജക്റ്റ് ആക്കി മാറ്റുന്നത്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയത് സൈക്കോളജി ആസ് എ സയൻസ്. നമ്മൾ എന്താണ് സയൻസ് എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കി, എന്തുകൊണ്ടാണ് സൈക്കോളജി ഒരു സയൻസ് സബ്ജക്റ്റ് ആക്കുന്നത്, അതിൻ്റെ സയൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഇതിൽ തന്നെ നമ്മൾ ഈ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ഈ യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. കറക്റ്റ് ഈ പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ് അതിനുശേഷം ആ പേപ്പറിന്റെ അവസാനമായിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും അല്ലാതെ പോയിന്റ് വൈസ് ആയിട്ടും കൺസെപ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ കൺസെപ്റ്റ്സും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസുമാണ് മെയിൻ ആയിട്ട് ഈ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ എക്സാമിനായാലും സാധ്യതയുള്ളത്. അപ്പം ഇത് ഇത്രയും വ്യക്തമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ യൂണിറ്റിനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ ഉറപ്പിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.